പിന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈവേയുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കി ഞാൻ ആദ്യം നമുക്കിപ്പോൾ യോഗം വിളിക്കാൻ പറ്റില്ല, പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു. അതുകൊണ്ട് കളക്ടറെ കൊണ്ട് ജനപ്രതിനിധികൾക്ക് ആർക്കും പങ്കെടുക്കാൻ പറ്റില്ല, എനിക്കും പറ്റില്ല, പഞ്ചായത്ത് ഉണ്ട്. അപ്പോൾ കളക്ടർ തന്നെ ഹൈവേയുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകളെയും വൈദ്യുതി ബോർഡിൻ്റെയും അതുപോലെ വാട്ടർ അതോറിറ്റിയുടെയും റവന്യൂ വകുപ്പിൻ്റെ എല്ലാവരുടെയും യോഗം വിളിച്ചു കൂട്ടി കുറേ സ്ഥലങ്ങളിൽ പ്രശ്നം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട കുറേ സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തൊരു സ്ഥലം പറവൂരാണ്. അപ്പോൾ പെട്ടെന്ന് മഴയുടെ വെള്ളം കൂടിക്കഴിഞ്ഞപ്പോൾ പല സ്ഥലത്തും വെള്ളം പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളത് പരിശോധിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മണ്ണിൻ്റെ സൈഡിലൊക്കെ വന്ന് നിൽക്കുന്നവർ താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ കാലൊക്കെ ഒടിയും, വെള്ളത്തേക്കൊക്കെ വലിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. വെള്ളത്തിന് നല്ല അടിയൊഴുക്കമുണ്ട് ഇപ്പോൾ ഈ സമയത്ത്. അത് കാരണം ആരെയും വെള്ളത്തിൽ ഇറക്കണം. 2 ദിവസമായിട്ട് ഇപ്പോൾ കടൽ കൂടുതലാണ്, നല്ല ശക്തമാണ് കടൽ കൂടുതൽ. പാറയെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ മുൻ വർഷങ്ങളിലൊക്കെ ജൂൺ 6, 7, 8, 10 തീയതി ആ സമയങ്ങളിലാണ് ഇങ്ങനെ മണ്ണ് പോകണത്. അപ്പോൾ ഈ വർഷം ഈ മെയ് മാസം 20 ഈ ദിവസങ്ങളിലൊക്കെ ആയപ്പോൾ മണ്ണ് പോകാൻ തുടങ്ങിയത്. ഒരു 5-8, 6-7 വർഷത്തിന് മുമ്പേ ഇങ്ങനെ ഈ സമയത്ത് മണ്ണ് പോയിട്ടുള്ളൂ. ഇപ്പോൾ ഇത് പ്രത്യേക രീതിയിലാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചേക്കുന്നത്. ഇത്രയും ആയതുണ്ടെങ്കിലും ജനങ്ങൾ കണ്ടുവരുമാനം വന്നിട്ടിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ സ്കൂൾ അവധി ആയതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും എല്ലായിടത്തും ഇഷ്ടംപോലെ ആൾക്കാർ, ആളിനൊരു കുറവില്ല. നല്ല തിരക്കാണ് ഇപ്പോൾ. ഇറങ്ങുന്നുണ്ട്, മദ്യപിച്ചുകൊണ്ടൊക്കെ ആൾക്കാർ ഒത്തിരി പേര് ഇറങ്ങുന്നുണ്ട് അവരുമായിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞ് കേൾക്കും. പിന്നെ എല്ലാവരും കൂടി നാട്ടുകാരുടെ കൂടെ സഹകരണം ഉള്ളതുകൊണ്ട് അവരെല്ലാം കൂടി വഴക്കിട്ടവരെ കയറ്റാറുണ്ട്. എന്നാലും നമ്മൾ പറഞ്ഞത് കൂടുതലും പിന്നെ യൂണിഫോം ഇട്ട് സംസാരിക്കുന്നതുകൊണ്ട് അവർ കേൾക്കുന്നുണ്ട്. 2 ദിവസമായിട്ട് അറിവ് ഭയങ്കര കൂടുതലാണ്. കളക്ടറായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം വളരെ സജീവമായി ഈ വിഷയം നമ്മൾ അവതരിപ്പിച്ച അന്ന് മുതൽ വളരെ സജീവമായി ഇക്കാര്യത്തിൽ ഇന്നും അദ്ദേഹം അവരെല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ പരമാവധി നമുക്ക് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉറപ്പായിട്ടും ഞാൻ അത് നമ്മൾ മുൻകൂട്ടി പറഞ്ഞതാണ്. ഈ 1 മാസം മുമ്പ് ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് 26-ാം തീയതിക്ക് മുമ്പ് ഈ അപകടം, കാരണം ഈ പണി കണ്ടാൽ നമുക്കറിയാലോ, നമുക്ക് പറവില്ല പ്രകൃതിയും സാഹചര്യവും തോടുകളും കനാലുകളും അതെല്ലാം അടച്ച് കരിങ്കുകളൊക്കെ അടച്ചു കൂട്ടി കഴിഞ്ഞാൽ ഒരു മഴ പെയ്താൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് ഊഹിക്കാവുന്നതല്ല. അതുകൊണ്ട് ഈ ഏപ്രിൽ 26-ാം തീയതി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ടവർ ഇതെല്ലാം അറിയിച്ചു. പഞ്ചായത്ത് അധികൃതരും CDS മെമ്പറാണ്. ഇവര് നമ്മുടെ പഞ്ചായത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും വളരെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ടീംസാണ്. കഴിഞ്ഞ വർഷവും ഇതുപോലെ ഇറങ്ങിന് നമുക്ക് സംസ്ഥാന തലം വരെ പോകാൻ പറ്റി. ഇവരുടെ സംഘനൃത്തമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വർഷവും ഞങ്ങള് എന്താ പറയാ പ്രൈസ് പിടിക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇവർ വന്ന തിരുവാതിരക്കളി, അതുപോലെ നാടൻ പാട്ട്. തിരുവാതിരക്കളി കളി കഴിഞ്ഞു. ഇനി നാളെ ഞങ്ങൾക്ക് നാടൻ പാട്ടിന് ഇതുണ്ട്. ഞങ്ങൾ പറവൂർ മുനിസിപ്പാലിറ്റി 20-ാം വാർഡിൽ ജനനി അയൽക്കൂട്ടത്തിലെ അംഗങ്ങളാണ്. ഞങ്ങൾ നന്നായിട്ട് പോണു. എല്ലാ വർഷവും ഇത്തരത്തിൽ പങ്കെടുക്കുന്നതാണ്. എല്ലാ വർഷവും ഞങ്ങൾ പങ്കെടുക്കുന്നതാണ്. എല്ലാ CDS മുനിസിപ്പാലിറ്റി ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് തരുന്നത്. ഇവിടെ ഇപ്പോ നിങ്ങൾ വേറെ പല ഞങ്ങൾ പങ്കെടുക്കുന്നതാണ്. എല്ലാ CDS ഞങ്ങളുടെ ടീമുകളും പിന്നെ വേറെ വാർഡിനുള്ള ഞങ്ങളുടെ ടീമുകളും പിന്നെ വേറെ വാർഡിനുള്ള ടീമുകളാണ് എടുക്കുന്നത്. ഒരേ വാർഡിനുള്ള ആൾക്കാരാണ്.